നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകമാണ്. അതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ആ പാഠഭാഗത്തേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബുക്ക് പോലെ ഒരു സാധനം ഉണ്ട്, അത് വായിക്കാൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസ് അയക്കുന്നത് 1601 ഏപ്രിൽ ആയിരുന്നു. 18 മാസങ്ങൾക്കു ശേഷം അസ്ലെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവനിൽ നിന്ന് കുരുമുളകൾ മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ച് 2 ദൗത്യമാരംഭിച്ച് മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. ഇതിൽ പോയിന്റ് ആയത് നമുക്ക് അടയാളപ്പെടുത്താം. ഇതിലെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് 1607 ഏപ്രിൽ ആയിരുന്നു കപ്പൽ പുറപ്പെട്ടത്. ഇതൊരു വലിയൊരു പോയിന്റാണ്. പിന്നെ ഏത് കപ്പലൊക്കെയാണ് എന്ന് ചോദിക്കും. അസ്ലൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകളാണ്. എവിടെ നിന്നാണ് പുറപ്പെട്ടത്? സുമാത്രയിൽ നിന്ന്. ജാവനിൽ നിന്ന് എന്താണ് കയറ്റി അയച്ചത്? കുരുമുളക്. അത് നിന്ന് 1604 മാർച്ച് 2 ദൗത്യം ആരംഭിച്ചു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫത്തെ വേണ്ടതും അത് നമുക്ക് വായിച്ചു നോക്കാം. പക്ഷേ സൂസൻ കടലിൽ വച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷൻ, ഡ്രാഗനും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിനെ മിക്ക നാവികരും മരണപ്പെട്ടു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ലണ്ടനിലെത്തി. കമ്പനിയുടെ ലാഭം എത്ര ശതമാനമാണെന്ന് ചോദിക്കും. 95% ഇനി അടുത്ത പേജിലേക്ക് പോവാം. അപ്പം നമുക്ക് അതിൻ്റെ മേലുള്ളത് വായിക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഈസ്റ്റ് ഇൻഡീസ് വ്യാപാരബന്ധത്തിനായി ഇംഗ്ലണ്ട് സ്ഥാപിച്ച പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിപണനം വായിച്ചല്ലോ. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം? അതിൻ്റെ ആൻസർ, കാരണം ഓല് ആ ബോട്ടിൽ അത്ര നാവികർ തകർന്നിട്ടും ഓൾക്ക് 95% ലാഭമുണ്ട്. കാരണം എന്താ? കുരുമുളകിന് അവിടെ നല്ല ലാഭമായിരുന്നു. പ്രാചീന കാലം മുതൽ യൂറോപ്പർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൻ്റെ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. കുറേ രാജ്യങ്ങൾ ഇന്ത്യയിൽ വന്നിട്ട് എന്താക്കി? കുറേ ഉൽപ്പന്നങ്ങളും അതും ഇതും ഒക്കെ അങ്ങോട്ട് കയറ്റുമതി ചെയ്തു. ഈ ബന്ധങ്ങൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കുദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നു. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇത് പഠിച്ചു വെക്കണം. 1. യൂറോപ്പർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. പിന്നെ രണ്ടാമത്തത് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. 3. ദിശ കണ്ടെത്താൻ സഹായിച്ച കോമ്പസ്, ഭൂപട നിർമ്മാണത്തിൽ എന്നിവയുണ്ടായ പുരോഗതി. 4. പുതിയ പ്രദേശങ്ങളും അവിടുത്തെ സമ്പത്തിനെക്കുറിച്ച് സഞ്ചാരികളുടെയും യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. 5. യൂറോപ്പിൽ കുരുമുളകിടയിലുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങളുണ്ടായ കച്ചവട സാധ്യത. അതുകൊണ്ടാണ് 95% അവിടെ ലാഭം ഉണ്ടായത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്.
കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇത് ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത പേജും അതിൻ്റെ പോയിന്റുമായി അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പറയുന്നു. താങ്ക് യു.